പ്രിയമുള്ളവരെ, വീണ്ടും വരുന്നവനാവുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എന്റെ സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അറിയിച്ചു കൊള്ളട്ടെ. വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17, 18, 19, 20 4 വാക്യങ്ങളെ കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം. 17-ാമത്തെ വാക്യം, മരിച്ചവനെ പോലെ അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാൻ ഇരിക്കുന്നതും എന്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. പിതാവായ ദൈവത്തിന്റെ പുത്രനാവുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സത്യവേദ പുസ്തകത്തിലെ വചനങ്ങളെ നമുക്കൊരിക്കൽ കൂടെ ശ്രവിക്കാം. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് പത്മോസ് ദ്വീപിൽ ഏകാന്ത തടവിലായിരുന്ന യോഹന്നാൻ യേശു ക്രിസ്തുവിന്റെ രൂപത്തെ കണ്ടിട്ട് മരിച്ചവനെ പോലെ ആയെന്നാണ്. മരിച്ച ഒരവസ്ഥ നമുക്കറിയാമല്ലോ. നിർജീവാവസ്ഥയിലായിരുന്ന യോഹന്നാൻ യേശു കർത്താവിനെ കണ്ടിട്ട് നിർജീവാവസ്ഥയിലായ ആ യോഹന്നാനെ കണ്ടിട്ട് യോഹന്നാൻ തന്നെ ആ ദൈവത്തിന്റെ പുത്രനാവുന്ന യേശു കർത്താവിന്റെ കാൽക്കൽ കവിണ്ണു വീണു എന്നാണ്. കാൽക്കൽ വീണു. അവൻ വലം കൈ എന്റെ മേൽ വെച്ചു. ആരാ? യേശു കർത്താവ് യോഹന്നാന്റെ മേൽ വലം കൈ വെച്ചപ്പോൾ അവൻ ജീവനുള്ളവനായി തീർന്നു. അപ്പോൾ മരിച്ചവനെ പോലെ ആയിരുന്ന ആ യോഹന്നാൻ അവിടെ യേശു കർത്താവ് കരം തൊട്ടപ്പോൾ, യേശു കർത്താവ് വലം കൈ അവന്റെ മേൽ വെച്ചപ്പോൾ അവൻ ജീവനും ചൈതന്യമുള്ളവനായി തീർന്നു. കൂടാതെ അവനോട് പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ശ്രമിച്ചതാണല്ലോ പ്രിയമുള്ളവരെ. ആദ്യൻ എന്താണ്, അന്ത്യൻ എന്താണ്, ജീവനുള്ളവൻ. ഗ്രീക്ക് ഭാഷയാണ്, ഗ്രീക്ക് വേർഡാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യൻ ഒന്നാമത്തേതും അന്ത്യൻ അവസാനത്തേതിനെയും കുറിക്കുന്നതാണ്. ഗ്രീക്ക് ഭാഷയിൽ ഒന്നാമത്തേനും അവസാനത്തെയും കുറിക്കുന്നതാണ്. ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു. അതായത് പ്രിയമുള്ളവരെ, 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചവനായ യേശു കർത്താവ് മരിച്ച് 40 വർഷങ്ങൾക്ക് ശേഷം, കുറെ വർഷങ്ങൾക്ക് ശേഷം പത്മോസ് ദ്വീപിൽ വെച്ച് ഈ യോഹന്നാന് ദർശനം കൊടുക്കുമ്പോൾ അവിടെ വെച്ച് പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നമുക്കറിയാമല്ലോ മരണത്തിന്റെ ഒരവസ്ഥ എന്താണെന്ന്. ആ മരണത്തിന്റെ അവസ്ഥയിൽ നിന്നും നമ്മ ഓരോരുത്തരെയും ജീവിപ്പിക്കുവാൻ, നമ്മ ഓരോരുത്തരെയും നിത്യതയിലേക്ക് വഴി നടത്തുവാൻ ആ ദൈവത്തിന്റെ പുത്രനാവുന്ന യേശു കർത്താവ് ഇന്നും ജീവിക്കുന്ന പ്രിയമുള്ളവരെ, ആ യേശു കർത്താവ് ഇന്നും പിതാവായ ദൈവത്തോടു കൂടെ നാം ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, കൂടാതെ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഈ ദൈവപുത്രനാവുന്ന യേശു കർത്താവിന്റെ കൈവശമുണ്ടെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ നമുക്കറിയാമല്ലോ. അധർമ്മ പാതാളത്തിന്റെ താക്കോൽ യേശു കർത്താവിന്റെ കയ്യിലുണ്ട്. അധർമ്മ പാതാളം എന്ന് പറഞ്ഞാൽ എന്താണ്? പാതാളം 2 എണ്ണമുണ്ട്. അതാണ് പ്രിയമുള്ളവരെ, ഒരു പാതാളത്തിലാണെന്നുണ്ടെങ്കിൽ ദുഷ്ടന്മാരായ ജനത നരകയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിധം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, ധനവാന്റെയും ലാസറിന്റെയും ചരിത്രം നോക്കുമ്പോൾ അവിടെ ധനവാൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ സുഖലോലുപനായി ജീവിച്ചിരുന്ന ആ ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടവൻ പാതാളത്തിലേക്ക് ഇറങ്ങി. ഇവിടെ അടുത്ത വ്യക്തി ആരാണ്? ഈ ധനവാന്റെ വീട്ടിൽ അവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ കഴിച്ചുകൊണ്ടിരുന്ന ലാസർ മരിച്ചപ്പോൾ ലാസറിനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാർ എന്ത് ചെയ്തു? അബ്രഹാം പിതാവിന്റെ മടിയിൽ ഈ ലാസറിനെ കൊണ്ടുപോയി. അപ്പോൾ ധനവാൻ പാതാളത്തിൽ കിടന്നുകൊണ്ട് മേലോട്ട് തല ഉയർത്തി നോക്കിയപ്പോൾ ഈ ധനവാൻ യാതന സ്ഥലത്ത് കിടന്ന് യാതന അനുഭവിക്കുകയാണ്. പക്ഷേ ഈ ദരിദ്രനായിരുന്ന ഈ ലാസർ എന്ത് ചെയ്യുന്നു? ലാസറിനെ ഇവൻ കാണുമ്പോൾ അബ്രഹാം പിതാവിന്റെ മടിയിൽ അവൻ സുഖലോലുപനായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതാണ് പാതാളം 2 എണ്ണമുണ്ട്. അതുകൂടാതെ വേറൊരു സമയം ദൈവത്തിന്റെ വചനം പറയാം. ആ അറകളിൽ
വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന വ്യക്തികളെ ഒരു ദോഷവും തട്ടാതെ വണ്ണം അറകളിൽ കാത്ത് സംരക്ഷിക്കുന്ന ഒരു ഉറവിടമാണ് ഈ പാതാളത്തിലുള്ളത്. അറകൾ നമുക്ക് വേണ്ടി അറകൾ നിർമ്മിച്ചു വച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതിന് അവകാശികളാകണമെങ്കിൽ ജീവനുള്ള ദൈവത്തിന് വചനം നാം ധൈര്യപൂർവ്വം ഏറ്റെടുത്തേ മതിയാകൂ. അതാണ് ഇവിടെ പറയുന്നത്, മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. അപ്പോൾ നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണോ, ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണോ, ഇപ്പോൾ ഉള്ളത് എന്താണോ, അപ്പോൾ ഇതെല്ലാം ഭാവി ഭൂതം വർത്തമാനം എല്ലാം നീ കണ്ടുവല്ലോ. ഇതെല്ലാം തൽക്കാലത്തേക്ക് നീ അടച്ചു മുദ്രയിട്ടേക്കുക. കാരണം സമയം ആയിട്ടില്ല, സമയം അടുത്തിരിക്കുന്നതേ ഉള്ളൂ. സമയം ഇതുവരെയും വെളിപ്പെടാൻ സമയം അവസരമായിട്ടില്ല പ്രിയമുള്ളവരെ. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ പിതാവായ ദൈവത്തിന്റെ പുത്രനാം യേശു കർത്താവിന്റെ വലം കയ്യിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മം എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 7 നക്ഷത്രം എന്നാൽ 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 സഭകൾക്ക് കത്തെഴുതുവാൻ വേണ്ടി പറയുമ്പോൾ 7 ദൂതന്മാരെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. അതാണ് പ്രിയമുള്ളവരെ, ഇവിടെ ഓരോ വാക്കും വചനവും വചനത്തിന്റെ ശക്തിയോടുകൂടെ നമുക്ക് പ്രഘോഷിക്കുവാൻ സാധിക്കണം. കാരണം നാം എല്ലാവരും ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന യേശു കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ജനതയായി തീരണമെങ്കിൽ യേശു കർത്താവിന്റെ വചനം അനുഷ്ഠിക്കണം പ്രിയമുള്ളവരെ. യേശു കർത്താവിന്റെ വചനം എന്തു പറയുന്നുവോ ആ വചനപ്രകാരം നാം ജീവിക്കണം പ്രിയമുള്ളവരെ. ആ വചനത്തിന്റെ അധിഷ്ഠതയിൽ നാം ജീവിച്ചേ മതിയാവും പ്രിയമുള്ളവരെ. നമ്മുടെ ഇഷ്ടത്തിനല്ല, നമ്മുടെ ഇച്ഛകൾക്കല്ല, നമ്മുടെ ആഗ്രഹങ്ങൾക്കല്ല. ദൈവത്തിന്റെ വചനം എന്തു പറയുന്നുവോ അപ്രകാരം ജീവിക്കുവാൻ, അപ്രകാരം നമ്മളെ വഴി നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം നമ്മൾ ഓരോരുത്തരും വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അതാണ് ദൈവത്തിന്റെ വചനം ഇവിടെ രേഖപ്പെടുത്തിയത് 16-ാം വാക്യത്തിൽ. അവന്റെ വായിൽ നിന്ന് മൂർച്ചേറിയ 2 തലയുള്ള വാൾ പുറപ്പെടുന്നുവെന്നാണ്. അപ്പോൾ ആ 2 തലയുള്ള വാൾ, എന്തുകൊണ്ടാണ് ഈ വാൾ ദൈവത്തിന്റെ വചനത്തെ വാളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അതിന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ, അതായത് പ്രിയമുള്ളവരെ, മനുഷ്യനായി ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ, മാനവരാശിയുടെ ഈ മാനവകുലത്തിൽ മനുഷ്യനായി ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ജ്ഞാനവും വിവേകവും അറിവും കൊടുത്തിട്ടുള്ളൂ. എല്ലാ മൃഗജാലങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഈ 3 സാധനവും കൊടുത്തിട്ടില്ല. അറിവ് കൊടുത്തിട്ടില്ല, വിവേകം കൊടുത്തിട്ടില്ല, ജ്ഞാനം കൊടുത്തിട്ടില്ല. പക്ഷേ ബുദ്ധിയും ശക്തിയും ജ്ഞാനവും വിവേകവും എല്ലാം പകർന്നു കൊടുത്തിട്ടുള്ളത് ഈ മനുഷ്യന് മാത്രമാണ്. കാരണം മനുഷ്യൻ എപ്രകാരം ജീവിച്ചു? ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിൽ മനുഷ്യനെ നിർമ്മിച്ചു. ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിൽ നിർമ്മിച്ച ജനം, ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ജനത എന്ത് ചെയ്തു? അതാണ് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ജീവശ്വാസമാണ് ഈ ജനതയ്ക്ക്, അതായത് ഈ മനുഷ്യന്റെ മൂക്കിൽ ഊതിക്കൊടുത്തത്. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യന്റെ മൂക്കിൽ ഊതിക്കൊടുത്തത് എന്താണ്? ജീവശ്വാസം. ആരുടെ ജീവശ്വാസം? ദൈവത്തിന്റെ ജീവശ്വാസം. ആ ദൈവത്തിന്റെ ജീവശ്വാസം എന്താണ്? ആരാണ് ഊതിയത്? ശില്പിയായി കൂടെ ഉണ്ടായിരുന്ന യേശു കർത്താവ് ഊതി. അതാണ് പ്രിയമുള്ളവരെ, നാം മുകളിലോട്ട് വലിക്കുമ്പോഴും താഴോട്ട് പോകുമ്പോഴും യേശു യേശു എന്ന് പറയുന്നത്. നാം മാത്രമല്ല, ജീവനുള്ള സർവ്വചരാചരങ്ങളും ഈ ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും വിടുമ്പോൾ പറയുന്നു യേശു 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 എന്ന്. അല്ലാതെ വേറെ ആരെയും, ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യ ദൈവങ്ങൾ ആരെയും, ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടികളെ പരിപോഷിപ്പിക്കുന്ന ഒരു വ്യക്തികളെയും അതിൽ പറയുന്നില്ല. എല്ലാ ജീവജാലങ്ങളും, ജീവനുള്ള സർവ്വചരാചരങ്ങളും അവിടെ പറയുന്നു യേശു. ആ യേശുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ, ആ യേശുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നാം ആരെ ഭയപ്പെടേണ്ടു പ്രിയമുള്ളവരെ? നാം ആരെ ഭയപ്പെടേണ്ടോ? ഒരു ദോഷവും നമ്മുടെ കുടുംബത്തിൽ വരത്തില്ല, ഒരു പാപവും നമ്മുടെ കുടുംബത്തിൽ വരത്തില്ല, ഒരു ശാപവും നമ്മുടെ കുടുംബത്തിൽ വരത്തില്ല. കാരണം
ദൈവത്തിന്റെ പുത്രനാം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിച്ച് വീണ്ടെടുക്കപ്പെട്ടവരാണ്. ആ യേശു കർത്താവിന്റെ ചൈതന്യമുള്ളിടത്തോളം കാലം, ആ യേശു കർത്താവിന്റെ വാഗ്ദത്തം ഉള്ളിടത്തോളം കാലം, ആ ദൈവത്തിന്റെ വചനം നമ്മൾ ഉള്ളിടത്തോളം കാലം, ആ ദൈവത്തിന്റെ പുത്രനാം യേശു കർത്താവിന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ട ജനമാണെങ്കിൽ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്. ഭാരപ്പെടേണ്ട, നിന്റെ സകല ചിന്താകുലം എന്റെ മേൽ വെച്ചുകൊള്ളുക എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് നിന്നെയും എന്നെയും പരിപാലിക്കുവാൻ, ഇന്നും എന്നും എപ്പോഴും പരിപാലിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവയ്ക്കായി സ്തോത്രം. ആ ദൈവം നമ്മെ എല്ലാവരെയും താങ്ങുന്ന ഒരു ചൈതന്യമായി, താങ്ങുന്ന ഒരു വഴികാട്ടിയായി, താങ്ങുന്ന ഒരു മണവാട്ടിയായി നമ്മോട് കൂടെ ഉണ്ടല്ലോ. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ നാം എല്ലാവരും വീണ്ടും വീണ്ടും ജനിക്കുന്നവരെ തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഇവിടെ വരുത്തുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാഭിഷേകം നമ്മൾ എല്ലാവരിലും ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ.